Good evening, dear friends. Once again, welcome back to my channel. ഇതുവരെ ചെയ്ത വീഡിയോകളുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോകൾ വീണ്ടും കാണുന്നതിനും മനസ്സിലാക്കി പഠിക്കുന്നതിനും ഇത് ഉപയോഗിക്കും. ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വീഡിയോ പോലും നിങ്ങൾക്ക് മിസ്സാകാതിരിക്കുന്നതാണ്. ഞാൻ ടോം ചാക്കോ, കൈനടി എ.ജെ. ജോൺ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ കൊമേഴ്സ് വിഭാഗം അധ്യാപകൻ. ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത് ഒരു റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടും അഡീഷണൽ ഇൻഫർമേഷനും തന്നിരുന്നാൽ അതിൽ നിന്ന് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. അതിനെ നമ്മൾ പ്രധാനമായും 6 സ്റ്റെപ്പുകളായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. സ്റ്റെപ്പ് 1, കാൽക്കുലേറ്റ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട്. ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യ സ്റ്റെപ്പ്. രണ്ടാമതായി ഡിറ്റർമിൻ ഐറ്റംസ് ഓഫ് ഇൻകം. തന്നിരിക്കുന്ന ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലെ അഡ്ജസ്റ്റ്മെന്റിലെയും ഇൻകങ്ങളെ കണ്ടെത്തി അവയെ തരം തിരിക്കുക എന്നുള്ളതാണ്. ഇൻകങ്ങൾ 2 തരത്തിലുള്ളതുണ്ടാവാം. ഒന്ന് റവന്യൂ റെസീറ്റുകളും 2 ക്യാപിറ്റൽ റെസീറ്റുകളും. റവന്യൂ റെസീറ്റുകൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലും ക്യാപിറ്റൽ റെസീറ്റുകൾ ബാലൻസ് ഷീറ്റിലുമാണ് എഴുതേണ്ടത്. അടുത്തത് 3ാമത്തെ സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. ഡിറ്റർമിൻ ഐറ്റംസ് ഓഫ് എക്സ്പെൻസ്. എക്സ്പെൻസും ഇതുപോലെ 2 വിഭാഗങ്ങൾ ഉണ്ടാവാം. ക്യാപിറ്റൽ എക്സ്പെൻസും റവന്യൂ എക്സ്പെൻസുകളും. ക്യാപിറ്റൽ എക്സ്പെൻസ് ആണെങ്കിൽ അസറ്റ് അക്വയർ ചെയ്യാനൊക്കെ ആയിരിക്കാം സാധാരണ ചെലവാകുന്നത്. അത് ബാലൻസ് ഷീറ്റിലും. റവന്യൂ എക്സ്പെൻസുകൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ എക്സ്പെൻഡിച്ചർ സൈഡിലുമാണ് കാണിക്കുന്നത്. 4ാമത്തെ സ്റ്റെപ്പ് ഐറ്റംസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. റെസീറ്റ് ആൻഡ് പേയ്മെന്റിൽ അക്കൗണ്ടിൽ തന്നിട്ടില്ലാത്തതും എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും വേണ്ടതുമായ ഐറ്റംസ് അഡ്ജസ്റ്റ്മെന്റിൽ ഉണ്ടാവും. അവയെ കണ്ടെത്തി യഥാസ്ഥാനത്ത് കൃത്യമായി പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 5ാമത്തെ സ്റ്റെപ്പ് ഡിറ്റർമിൻ സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ എല്ലാ ഐറ്റവും കൃത്യമായി പോസ്റ്റ് ചെയ്തതിന് ശേഷം അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ഒന്നുകിൽ സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കും ലഭിക്കുന്നത്. 6ാമത്തെ സ്റ്റെപ്പ് പ്രിപ്പറേഷൻ ഓഫ് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ്. ഇവയെല്ലാം ചെയ്തതിന് ശേഷം അവസാനമായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് വർഷത്തിന്റെ അവസാനത്തെ ബാലൻസ് ഷീറ്റാണ്. ഇനി നമുക്ക് ഓരോ സ്റ്റെപ്പിലേക്കും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കടക്കാം. സ്റ്റെപ്പ് 1, കാൽക്കുലേഷൻ ഓഫ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട്. ഇഫ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് ഈസ് നോട്ട് ഗിവൺ, ക്വസ്റ്റ്യനിലെ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് ഡയറക്റ്റ് തന്നിട്ടില്ല എങ്കിൽ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് അതിൽ നിന്നാണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. അതിന്റെ ഒരു ഫോർമാറ്റ് ആണ് ഇവിടെ താഴെ തന്നിരിക്കുന്നത്. സാധാരണ നമ്മുടെ ബാലൻസ് ഷീറ്റ് പോലെ തന്നെ ലയബിലിറ്റീസ് എമൗണ്ട്, അസറ്റ്സ് എമൗണ്ട് 2 വശങ്ങളുണ്ട്. ലയബിലിറ്റി സൈഡിന്റെ വശവും അസറ്റ് സൈഡിന്റെ വശവും. അസറ്റ്സുകളുടെ വശത്ത് സാധാരണയായി കാണുന്നത് ക്യാഷ്, ബാങ്ക്, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ്, ബുക്സ് അസറ്റ് ആണ്, ഫർണിച്ചർ ഇവയൊക്കെയാണ് സാധാരണ കാണുന്നത്. അസറ്റുകളുടെ സൈഡിലെ എല്ലാ ഓപ്പണിംഗ് അസറ്റുകൾ മാത്രമേ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതത്തുള്ളൂ. ഓപ്പണിംഗ് ലയബിലിറ്റികൾ മാത്രമേ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കുകയുള്ളൂ. അപ്പോൾ ഓപ്പണിംഗ് അസറ്റുകളും ഓപ്പണിംഗ് ലയബിലിറ്റിയും എഴുതിയതിനു ശേഷം അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട്. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് കണ്ടെത്തുക എന്നുള്ളത് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് നമ്പർ 2ലേക്ക് നമ്മൾക്ക് കടക്കാം. ഡിറ്റർമിൻ ഐറ്റംസ് ഓഫ് ഇൻകം ഫ്രം റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലെ ഇൻകം ഏതൊക്കെയാണെന്ന് കണ്ടെത്തി
അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യേണ്ടതും ബാലൻസ് ഷീറ്റിലേക്ക് പോസ്റ്റ് ചെയ്യേണ്ടതിനെയും ഇനം തിരിച്ച് കണ്ടെത്തുക. ഫൈൻഡ് ഔട്ട് റവന്യൂ റെസീറ്റ് ഫ്രം റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആൻഡ് പോസ്റ്റ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നിന്ന് റവന്യൂ റെസീറ്റുകളെ കണ്ടെത്തുക, അവ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുക. അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ലെങ്കിൽ അവ ഡയറക്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഫൈൻഡ് ഔട്ട് ക്യാപിറ്റൽ റെസീറ്റ് ഫ്രം റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. ക്യാപിറ്റൽ റെസീറ്റുകൾ കണ്ടെത്തുക. റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നിന്നും ക്യാപിറ്റൽ റെസീറ്റുകൾ കണ്ടെത്തി അവ ബാലൻസ് ഷീറ്റിലേക്ക് എഴുതാവുന്നതാണ്. ഇൻ ദ കേസ് ഓഫ് റവന്യൂ റെസീറ്റ് വിത്ത് അഡ്ജസ്റ്റ്മെന്റ്സ്, റവന്യൂ റെസീറ്റിനോടൊപ്പം അഡ്ജസ്റ്റ്മെന്റുകളും ഉണ്ടെങ്കിൽ താഴെ പറയുന്ന രീതികൾ ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നന്നായിരിക്കുക. കാൽക്കുലേഷൻ ഓഫ് എമൗണ്ട് റിസീവ്ഡ് ടു ബി ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇത് വർക്കിംഗ് നോട്ട് പോലെ നമ്മൾക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനൊക്കെ പുറത്ത് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ ഇത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഇൻകം സൈഡിൽ സാധാരണ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് പോലെ തന്നെ ഇന്നർ കോളത്തിൽ ഔട്ടർ കോളത്തിലുമായിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാവുന്നതാണ്. അതിനും തടസ്സമുണ്ടാകില്ല. പർട്ടിക്കുലേഴ്സ് എമൗണ്ട് എന്ന 2 കോളങ്ങൾ ഉണ്ടാക്കി അതിൽ നമ്മൾ വർക്കിംഗ് നോട്ടായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ ഈ നോട്ടുകൾ ഇതുപോലെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഇൻകം സൈഡിലേക്ക് നമുക്ക് പ്രസന്റ് ചെയ്യാവുന്നതാണ്. എമൗണ്ട് റിസീവ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ, ആ എമൗണ്ട് കാണിച്ചിരിക്കുന്നു. അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട 2 ഐറ്റംസ് ഉണ്ട്. ഒന്ന് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ്ങും ഓപ്പണിംഗ് അഡ്വാൻസും. അവ രണ്ടും ആഡ് ചെയ്യുക. ഇപ്പം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇതിൻ്റെ മാത്രം സബ്സ്ക്രിപ്ഷൻ്റെ ഡീലിംഗ് എങ്ങനെ പഠിച്ചു എന്ന് ഇതിനകത്ത് നമ്മൾ പ്രത്യേകമായിട്ട് ഇതെടുത്ത് പഠിച്ചതാണ് നേരത്തെ. ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ്ങും ഓപ്പണിംഗ് അഡ്വാൻസും ആഡ് ചെയ്യുന്നു. അതിൽ നിന്ന് ലെസ് ചെയ്യാനുള്ള ഐറ്റംസ് ഇവ രണ്ടിൻ്റെയും ഓപ്പോസിറ്റ്. ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ ഓപ്പോസിറ്റായ ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ്, ഓപ്പണിംഗ് അഡ്വാൻസിൻ്റെ ഓപ്പോസിറ്റായ ക്ലോസിംഗ് അഡ്വാൻസ്, ഇവ രണ്ടും ലെസ് ചെയ്യുന്നു. ലെസ് ചെയ്യാനുള്ള ഐറ്റംസ് തമ്മിൽ ടോട്ടൽ ചെയ്തിട്ട് അവയുടെ ടോട്ടൽ ഇതിൽ നിന്ന് ലെസ് ചെയ്യുന്നു. അങ്ങനെ എമൗണ്ട് റിസീവ്ഡ് ഫ്രം ഡ്യൂറിംഗ് ദ ഇയറിന്റെ കൂടെ ആഡ് ചെയ്യാനുള്ള 2 ഐറ്റം കൂടെ ആഡ് ചെയ്യുന്നു. അതിൽ നിന്ന് ലെസ് ചെയ്യാനുള്ള 2 ഐറ്റം കൂടെ ടോട്ടൽ എടുത്തിട്ട് ലെസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടും എമൗണ്ട് റിസീവ്ഡ് ടു ബി ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. സ്റ്റെപ്പ് നമ്പർ 3, ഡിറ്റർമിൻ ഐറ്റംസ് ഓഫ് എക്സ്പെൻസ് ഫ്രം റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലെ എക്സ്പെൻസുകളെ തിരിച്ചറിഞ്ഞ് അവയെ 2 സ്ഥലങ്ങളിലായി പ്രസന്റ് ചെയ്യുക. ഒന്ന് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലുമായി പ്രസന്റ് ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുക. അവിടെയും ഒന്നാമത്തതായിട്ട് ഫൈൻഡ് ഔട്ട് റവന്യൂ എക്സ്പെൻസ്. റവന്യൂ എക്സ്പെൻസുകളാണെങ്കിൽ അവയെ കണ്ടെത്തി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ലെങ്കിൽ ഡയറക്റ്റ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യാം. ക്യാപിറ്റൽ പേയ്മെന്റ്സിനെ കണ്ടെത്തി അവയെ ബാലൻസ് ഷീറ്റിൽ എഴുതാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. അഡ്ജസ്റ്റ്മെന്റുകൾ ഒന്നുമില്ലെങ്കിൽ ഡയറക്റ്റ് അവിടെ എഴുതാവുന്നതാണ്. ഇൻ ദ കേസ് ഓഫ് റവന്യൂ റെസീറ്റ് വിത്ത് അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടെങ്കിൽ അവയെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും എന്നുള്ളത് നമുക്ക് കാണാം. കാൽക്കുലേഷൻ ഓഫ് എമൗണ്ട് പെയ്ഡ് ടു ബി ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതേണ്ട എമൗണ്ടുകളുടെ വിവരങ്ങളാണ്. ഇൻകം ആയതിനാൽ അവ ക്രെഡിറ്റ് സൈഡിലും എക്സ്പെൻസ് ആയതിനാൽ അവ ഡെബിറ്റ് സൈഡിലുമാണ് എഴുതുന്നത്. അതുകൊണ്ടാണ് ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്നിവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. എമൗണ്ട് പെയ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ കാണിക്കുന്നു. അതിൻ്റെ കൂടെ ആഡ് ചെയ്യാനുള്ള ഐറ്റം നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ആഡ് ചെയ്യാനും ലെസ് ചെയ്യാനുമുള്ള കാരണങ്ങൾ മറന്നുപോകാതിരിക്കാൻ ഓർത്തിരിക്കാനുള്ള എളുപ്പമാർഗമുണ്ട്. ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ്ങും ഓപ്പണിംഗ് അഡ്വാൻസുമാണ് എല്ലായ്പ്പോഴും നമ്മൾ ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് അവ രണ്ടും മനസ്സിൽ സൂക്ഷിക്കുക. ആഡ് ചെയ്യേണ്ട 2 ഐറ്റം ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ആൻഡ് ഓപ്പണിംഗ് അഡ്വാൻസ്. അതിന്റെ ഓപ്പോസിറ്റ് ലെസ് ചെയ്യുകയാണ് സാധാരണ പതിവ്. ഇപ്പോൾ ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ്ങും ഓപ്പണിംഗ് അഡ്വാൻസും ആഡ് ചെയ്യുന്നു. അവയുടെ ടോട്ടൽ ഇവിടെ ഔട്ടർ കോളത്തിൽ കൊടുത്തിരിക്കുന്നു. ലെസ് ചെയ്യാനുള്ള ഐറ്റം ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ്ങും ക്ലോസിംഗ് അഡ്വാൻസുമാണ്. അവയുടെ ടോട്ടൽ ഔട്ടർ കോളത്തിൽ കൊടുക്കുന്നു. എന്നിട്ട് അത് ലെസ് ചെയ്തും ആഡ് ചെയ്തും കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നു. അത് എക്സ്പെൻസ് ടു ബി ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് നമ്മൾ പ്രസന്റ് ചെയ്യുന്നു. ഈ അഡ്ജസ്റ്റ്മെന്റ്സ് ഇങ്ങനെ വർക്കിംഗ് നോട്ടായിട്ട് പുറത്ത് കാണിക്കാതെ വേണമെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിനകത്ത് ഇന്നർ കോളത്തിലും ഔട്ടർ കോളത്തിലുമായിട്ട് ഈ എമൗണ്ട് പ്രസന്റ് ചെയ്യാവുന്നതാണ്. ഐറ്റംസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ഉൾപ്പെടാത്ത ഐറ്റംസ് ഏതൊക്കെയാണ്? അവ 5 എണ്ണമാണുള്ളത്. ഓരോന്നിനെയും നമുക്ക് പരിചയപ്പെടാം. 5 ഐറ്റംസ് ആണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഉള്ളത്. ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. ഒന്നാമത്തെ ഡിപ്രീസിയേഷൻ. സാധാരണ അഡ്ജസ്റ്റ്മെന്റിലാണ് ഈ ഡിപ്രീസിയേഷൻ തരുന്നത്. ഈ ഡിപ്രീസിയേഷൻ തരുമ്പോൾ ഏതോ അസറ്റിന്റെയാണ് ഡിപ്രീസിയേഷൻ എന്നുള്ളതിന് ഉദാഹരണത്തിനായി
ഫർണിച്ചറിന്റെ ആണെങ്കിൽ ഫർണിച്ചറിന്റെ വാല്യൂവിന്റെ 10% ഡിപ്രീസിയേഷൻ കാണാൻ ആവശ്യപ്പെടുന്നതെങ്കിൽ ഫർണിച്ചറിന്റെ വാല്യൂവിന്റെ 10% കണ്ടെത്തിയിട്ട് അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ എക്സ്പെൻഡിച്ചർ സൈഡിലും കണ്ടോ, ഡിപ്രീസിയേഷൻ ഡെബിറ്റ് സൈഡ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുകയും ബാലൻസ് ഷീറ്റിൽ കൺസേൺഡ് അസറ്റിൽ നിന്ന് കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒന്നാമത്തെ ഐറ്റമായ ഡിപ്രീസിയേഷൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വരും. ബാലൻസ് ഷീറ്റിൽ അസറ്റിൽ നിന്ന് കുറയ്ക്കാവുന്നതുമാണ് സെയിം എമൗണ്ട്. അടുത്ത രണ്ടാമത്തെ പറയുന്നു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. ഇത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ എക്സ്പെൻഡിച്ചർ സൈഡിലാണ് കൊടുക്കാനുള്ള ചെലവുകൾ, ഏതെങ്കിലും എക്സ്പെൻസുകൾ, വേജസ്, റെന്റ്, ഏതെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കാനുള്ളവയാണ് ഈ ഡെബിറ്റ് സൈഡിൽ ഇങ്ങനെ കാണിക്കുന്നത്. കൊടുക്കാനുള്ള എക്സ്പെൻസുകൾ അവയുണ്ടെങ്കിൽ അതും ഡെബിറ്റ് സൈഡിൽ തന്നെ വരുന്നതാണ്. മൂന്നാമതായി പറയുന്നു ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. അസറ്റുകൾ വിറ്റ വഴിയിലുണ്ടായ നഷ്ടം, അതും നമ്മൾ എക്സ്പെൻഡിച്ചർ സൈഡിൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് കാണിക്കേണ്ടതുണ്ട്. നാലാമത്തത് പറയുന്നു അക്രൂഡ് ഇൻകം. ഇത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കേണ്ടതാണ്. അതായത് ഇൻകം സൈഡിൽ അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞാൽ ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ്. നമ്മൾ ഏൺ ചെയ്ത് കഴിഞ്ഞു, ഇതുവരെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല, നമ്മൾക്ക് അനുവദിച്ച് കിടക്കുന്നതാണ്, നമ്മൾ ഇതുവരെ കൈപ്പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അത് ക്രെഡിറ്റ് സൈഡിൽ ഇൻകമായി കാണിക്കാവുന്നതാണ്. അടുത്തത് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് വിറ്റ വഴിക്ക് കിട്ടിയ ലാഭം, അത് നമുക്ക് അധിക വരുമാനമാണ്, ലാഭമാണ്. അതുകൊണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കാം. ഈ 5 ഐറ്റം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് അഡ്ജസ്റ്റ്മെന്റിൽ ഉണ്ടാവും. ഈ 5 ഐറ്റംസ് സാധാരണ അഡ്ജസ്റ്റ്മെന്റിൽ വരുന്ന ഐറ്റംസ് എല്ലാമാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്ത 5ാമത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ കടക്കുകയാണ്. 5ാമത്തെ സ്റ്റെപ്പിൽ പറഞ്ഞിരിക്കുന്ന ഡിറ്റർമിൻ സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. ലാഭമാണോ, മിച്ചമാണോ, അതോ കമ്മിയാണോ എന്ന് അറിയുന്നതിന് വേണ്ടിയുള്ള ഭാഗമാണിത്. ഇതിന് സാധാരണ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരയ്ക്കുന്നു. അവയുടെ എക്സ്പെൻഡിച്ചറും എമൗണ്ടും ഇൻകവും എമൗണ്ടും പ്രസന്റ് ചെയ്യുന്നു. ഡെബിറ്റ് സൈഡ് എക്സ്പെൻഡിച്ചർ സൈഡ് എന്നും ക്രെഡിറ്റ് സൈഡ് ഇൻകം സൈഡ് എന്നും വിളിക്കും. ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ട് ആണ് കൂടുതലെങ്കിൽ ഡെബിറ്റ് സൈഡിലായിരിക്കും ബാലൻസ് വരുന്നത്. അപ്പോൾ വരുന്ന ബാലൻസിനെ നമ്മൾ സർപ്ലസ് എന്ന് വിളിക്കുന്നു. കണ്ടോ, ഡെബിറ്റ് സൈഡിലാണ് ബാലൻസിങ് ഫിഗർ വരുന്നതെങ്കിൽ, അതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഡെബിറ്റ് സൈഡിലാണ് ബാലൻസിങ് ഫിഗർ വരുന്നതെങ്കിൽ സർപ്ലസ് എന്നാണ് അതിനറിയപ്പെടുന്നത്. അതായത് ക്രെഡിറ്റ് സൈഡിലെ ടോട്ടൽ കൂടുതലും ആ എമൗണ്ട് തന്നെ ഇവിടെ എഴുതുന്നു. ഇതിൽ നിന്ന് ഇവിടുത്തെ എമൗണ്ട് കുറയ്ക്കുമ്പോൾ ബാലൻസ് വരുന്നത് ഡെബിറ്റ് സൈഡിൽ തന്നെയാണെങ്കിൽ അതിനെ സർപ്ലസ് എന്ന് വിളിക്കുന്നു. അതേസമയം തിരിച്ച് അപ്പോൾ വരവ് കൂടുതലും ചെലവ് കുറവുമാണെങ്കിൽ നീക്കിയിരിപ്പാണ് ഉണ്ടാവുന്നത്, അതാണ് സർപ്ലസ്. ഇനി തിരിഞ്ഞ് ചെലവ് കൂടുതലും വരവ് കുറവുമാണെങ്കിൽ നഷ്ടമാണ് ഉണ്ടാകുന്നത്, കമ്മിയാണ് ഉണ്ടാകുന്നത്, അതാണ് ഇവിടെ ഡെഫിസിറ്റ് എന്ന് കാണിക്കുന്നത്. വ്യക്തമായെന്ന് വളരെ എളുപ്പത്തിൽ വ്യക്തമാകുന്ന രീതിയിലാണ് ഇത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കടക്കുന്നു. 6ാമത്തെ സ്റ്റെപ്പ് പ്രിപ്പറേഷൻ ഓഫ് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ്. നേരത്തെ പ്രിപ്പയർ ചെയ്തതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ വേണ്ടത്. ഇവിടെ ലയബിലിറ്റി സൈഡും അസറ്റ് സൈഡും ഉണ്ട്. അസറ്റ് സൈഡിലെ ക്ലോസിംഗ് അസറ്റുകൾ മാത്രമേ ഇവിടെ എഴുതാവൂ എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ക്ലോസിംഗ് അസറ്റുകൾ നമ്മൾ തന്നിരിക്കുന്ന എഴുതുന്നു. അഡീഷണൽ പർച്ചേസ് വല്ലതും ഉണ്ടെങ്കിൽ ആഡ് ചെയ്തതിന് ശേഷമാണ് ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. ഓപ്പണിംഗ് ബാലൻസിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് അഡീഷണൽ ഇൻഫർമേഷൻ പർച്ചേസ് വല്ലതും ഉണ്ടെങ്കിൽ, അസറ്റുകൾ അഡീഷണലായി പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവ ആഡ് ചെയ്തിട്ട് ഇവിടെ കാണിക്കാവുന്നതാണ്. എന്നിട്ട് ഇവിടുത്തെ ക്ലോസിംഗ് ലയബിലിറ്റികളും കാണിച്ച അവ അസറ്റുകളും ലയബിലിറ്റികളും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ഇവിടെ ക്യാപിറ്റൽ ഫണ്ട് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ടിന്റെ കൂടെ സർപ്ലസ് കൂടെ ആഡ് ചെയ്ത് ഇവിടെ കാണിക്കുമ്പോൾ ഈ 2 സൈഡും ടാലിയായി പോവുകയാണ് പതിവ്. നമ്മുടെ അസറ്റ് സൈഡിലെ എല്ലാ ഇൻഫർമേഷനും എഴുതുന്നു, ലയബിലിറ്റി സൈഡിലെ ഔട്ട്സൈഡ് ലയബിലിറ്റീസ് എല്ലാം എഴുതുന്നു. അതിനുശേഷം ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ടിന്റെ കൂടെ നമുക്ക് ഈ ക്വസ്റ്റ്യനിലെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നിന്ന് കിട്ടിയ സർപ്ലസ് ആണെങ്കിൽ ആഡ് ചെയ്യും, ഡെഫിസിറ്റ് ആണെങ്കിൽ ലെസ് ചെയ്യും. അതിന്റെ ബാലൻസ് എമൗണ്ട് ഇവിടെ എഴുതുന്നു. എന്നിട്ട് മൊത്തം ആഡ് ചെയ്യുമ്പോൾ 2 സൈഡും ഈക്വൽ ആയിരിക്കും. ഇത്രയുമാണ് നമ്മൾ ഇതിലൂടെ പഠിക്കുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ തമ്മിൽ കാണുന്നത് വരെ താങ്ക് യു.